ലോക ചരിത്രത്തിൽ തന്നെ വളരെയധികം പരിണാമങ്ങൾക്ക് വിധേയമായിട്ടുള്ളൊരു പ്രസ്ഥാനമാണ് നവോത്ഥാന പ്രസ്ഥാനം. ലോകത്തിൻ്റെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക, മതപരമായ മേഖലകളിലെല്ലാം നവോത്ഥാനം നടന്നിട്ടുണ്ട്. 14-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ തുടങ്ങിയിട്ടുള്ള നവോത്ഥാന പ്രക്രിയ കേരളത്തിൽ നവോത്ഥാനത്തിൻ്റെ ചുക്കാൻ പിടിച്ചിട്ടുള്ള ഗുരുവര്യന്മാരായ ലോകപ്രശസ്ത ചിന്തകന്മാരും നവോത്ഥാന നായകന്മാരുമായ ശ്രീനാരായണ ഗുരുദേവൻ, അയ്യങ്കാളി, സഹോദരൻ അയ്യപ്പൻ, ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട്. അവരുടെ നവോത്ഥാന ചിന്തകൾ, അവരുടെ നവോത്ഥാനത്തിൻ്റെ ആശയങ്ങളെല്ലാം മാനവരാശിയെ മാനവികതയുടെ പാതയിലൂടെ മുന്നോട്ട് നയിച്ചിട്ടുണ്ട്. യൂറോപ്യൻ നവോത്ഥാനത്തെക്കുറിച്ച് ലോകപ്രശസ്ത ചിന്തകന്മാർ പറയുന്നത്, അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എറാസ്മസ് എഴുതിയത്, നവോത്ഥാനം സ്വർഗലോകത്തിൽ നിന്ന് ദൈവത്തിനെ ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നു എന്നുള്ളതാണ്. കാരണം ആ കാലഘട്ടത്തിൽ, നവോത്ഥാനത്തിൻ്റെ മുൻപേ ഉള്ള കാലഘട്ടത്തിൽ യൂറോപ്പിൽ ദൈവം ചില വരേണ്യവർഗത്തിന് മാത്രം അവകാശപ്പെട്ടതായിരുന്നു. സവർണ വിഭാഗത്തിന്, വരേണ്യവർഗത്തിന് മാത്രം അവകാശപ്പെട്ട ദൈവത്തിന് എഴുത്തിലൂടെ, പ്രഭാഷണത്തിലൂടെ, ആശയത്തിൻ്റെ പ്രവാഹത്തിലൂടെ ദൈവം എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്നുള്ള ചിന്താഗതി, ഒരു വിവേകോദയത്തിൻ്റെ ചിന്താഗതി ലോകം മുഴുവൻ പ്രചരിപ്പിച്ചു നവോത്ഥാന നായകന്മാർ. അതൊക്കെ കഴിഞ്ഞിട്ട് എത്രയോ 3-4 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് കേരളത്തിൽ ഗുരുദേവനും അയ്യങ്കാളിയും സഹോദരൻ അയ്യപ്പനുമൊക്കെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവമൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഒരുപോലെയാണ്, സമത്വമാണ് ചിന്താഗതി വേണ്ടത് എന്നൊക്കെയുള്ള ആശയം നമ്മളൊക്കെ ഒരുപാട് കേട്ടു, കേരള ചരിത്രത്തിലും ഇന്ത്യയുടെ ചരിത്രത്തിലുമല്ല. എന്നാൽ ഇതിൻ്റെയൊക്കെ മുൻപ് ഈ ഇന്ത്യയുടെ നവോത്ഥാനത്തെക്കുറിച്ച് നമ്മൾ സ്പർശിക്കുമ്പോൾ, ഇന്ത്യയിൽ നിന്ന് ഏറ്റവും വലിയ സർവകലാശാലകളായിരുന്നു നളന്ദ സർവകലാശാലയും തക്ഷശില സർവകലാശാലയും ഒക്കെ. 3 മുതൽ 7 വരെയുള്ള നൂറ്റാണ്ടുകളിൽ വിദേശി ആക്രമണത്തിന്റെ ഫലമായി സർവകലാശാലകളിലൊക്കെ തകർത്ത് തരിപ്പണമായി. യൂറോപ്പിലും പല സർവകലാശാലകളിലും 10 മുതൽ 15 വരെയുള്ള നൂറ്റാണ്ടുകളിലൊക്കെ തകർക്കപ്പെടുന്നുണ്ട്. റോമാ സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിലും ഹിറ്റ്ലറുടെ കാലഘട്ടത്തിലും സർവകലാശാലകൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. എന്തിനാണ് ഈ സർവകലാശാലകൾ മുഴുവൻ തകർക്കപ്പെടുന്നത്? ആ സർവകലാശാലകൾ എന്ന് പറഞ്ഞാൽ, പഴയ സർവകലാശാലകൾ എന്ന് പറഞ്ഞാൽ വിജ്ഞാനത്തിന്റെ കേന്ദ്രങ്ങളായിരുന്നു. വൈജ്ഞാനികമായിട്ടുള്ള ഗഹനമായ വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തുക മാത്രമല്ല, വൈജ്ഞാനിക സ്രോതസ്സിന്റെ സമ്പത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥാപനങ്ങളായിരുന്നു സർവകലാശാല. ലക്ഷക്കണക്കിന് വരുന്ന പുസ്തകങ്ങൾ ഏകാധിപതികളും സാമ്രാജ്യാധിപതികളും ഫാസിസ്റ്റുകളും പുസ്തകങ്ങൾ അഗ്നിക്കിരയാക്കി പല കാലഘട്ടങ്ങളിൽ. അങ്ങനെ ഇന്ത്യയിലും പല സർവകലാശാലകളും തകർക്കപ്പെട്ടു. അതിനുശേഷമാണ് 14-ാം നൂറ്റാണ്ട് അവസാനം, 15-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ഇവിടെ നിന്നൊരു മനുഷ്യൻ കടൽ കടന്നുപോയി അവസാനം ഈജിപ്തിൽ അൽ അസ്ഹർ സർവകലാശാലയിൽ പഠനം പൂർത്തിയാക്കി. ക്ലേശകരമായ യമനിലൂടെ യാത്രയിലൂടെ അദ്ദേഹമൊക്കെ വലിയ വിജ്ഞാനത്തിന്റെ സ്രോതസ്സുകളെ സംഭരിച്ചുകൊണ്ട് വൈജ്ഞാനികമായിട്ടുള്ള അതിവിശാലമായിട്ടുള്ള ഭണ്ഡാകാരമായിട്ട് തിരിച്ചു വന്ന സൈനുദ്ദീൻ മഖ്ദൂം. വിജ്ഞാനമായിരുന്നു അദ്ദേഹത്തിന്റെ മുഖമുദ്ര. വിജ്ഞാനം കൂടുമ്പോൾ സ്വാഭാവികമായും അത് യഥാർത്ഥ വിജ്ഞാനത്തിന്റെ ഉടമയാണെങ്കിൽ തല കുനിയും, വിനയം കൊണ്ട്. ഇന്നത്തെ പോലെയല്ല. ഇന്ന് കുറച്ച് വിജ്ഞാനമുണ്ടെങ്കിൽ എല്ലാവർക്കും അഹങ്കാരം. തീരെ വിജ്ഞാനമില്ലാത്തവർക്കാണ് ചില അഹങ്കാരത്തിന്റെ അഹങ്കാരം. ഇന്നത്തെ സമൂഹം അങ്ങനെയാണ്, ഇന്ത്യയിലും കേരളത്തിലൊക്കെ. ഒരു വിജ്ഞാനമില്ലാത്തവർ ഏറ്റവും വലിയ അഹങ്കാരികളാവും ഇന്നത്തെ ലോകത്ത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഭരിച്ചിരുന്ന രാജ്യമാണ് വിജ്ഞാനത്തിന്റെ നിറകുടം. ഡിസ്കവറി ഓഫ് ഇന്ത്യയും ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയും അച്ഛൻ മകൾക്കയച്ച കത്തുകളും ഒക്കെ എഴുതിയിട്ടുള്ള ലോകപ്രശസ്ത സാഹിത്യകാരനായിരുന്നു ജവഹർലാൽ. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായിരുന്നില്ല യഥാർത്ഥത്തിൽ. ആ അക്ഷരത്തിനെ സ്നേഹിച്ചിട്ടുള്ള വിജ്ഞാനത്തിന്റെ നിറകുടമായ ജവഹർലാൽ നെഹ്റു ഇരുന്ന സ്ഥലത്താണ് ഇന്ന്
കഴിഞ്ഞ 12 വർഷമായിട്ട് ഒരാൾ ഇരിക്കുന്നത് അക്ഷരത്തിനെ സ്നേഹിക്കാതെ. ഇവിടെയാണ് നവോത്ഥാനത്തിന്റെ അപചയങ്ങൾ വരുന്നത്. 14-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ 15-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ കടൽ കടന്നുകൊണ്ട് വിജ്ഞാനം തേടി നടത്തിയ ഒരു യാത്രയുണ്ട്, ആത്മാന്വേഷണത്തിന്റെ യാത്ര. താൻ ആര് എന്ന് കണ്ടുപിടിക്കാനുള്ള യാത്ര സൈനുദ്ദീൻ മഖ്ദൂം തുടങ്ങി വെച്ചു. കടൽ കടന്നുള്ള യാത്ര എന്ന് പറഞ്ഞാൽ അന്ന് ഇന്ത്യൻ സമൂഹത്തിൽ ഭ്രഷ്ട് കൽപ്പിക്കപ്പെടും. മഹാത്മാഗാന്ധി പോലും കടലിലൂടെ ലണ്ടനിലേക്ക് പോയ സമയത്ത് ആ കടൽ യാത്രയെ വിമർശിച്ചവരുണ്ട്, അതിനെ അധിക്ഷേപിച്ചവരുണ്ട്. ആ കടൽ യാത്ര നടക്കുമ്പോൾ സമയത്ത് അത് മതാധിഷ്ഠിതമായി ചിന്തിക്കുന്നവരെ, വരുണ ഭഗവാനിന്റെ മുകളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇത് സവർണർക്ക് നിഷിദ്ധമായിരുന്നു. അവർണർക്കാണെങ്കിൽ കടലിൽ പോയിട്ട് കരയിലൂടെ പോലും സഞ്ചരിക്കാനുള്ള മാർഗമില്ല. അന്നും അതെ ഇന്നും അതെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ അവർണർ അന്നും ഇന്നും മനുഷ്യരായിട്ട് പരിഗണിക്കപ്പെടുന്നില്ല. ഇന്നും ദളിത് ആദിവാസി വിഭാഗങ്ങളൊന്നും ഇന്നും ഇന്ത്യയിൽ മനുഷ്യരായിട്ട് പരിഗണിക്കപ്പെടുന്നില്ല. ന്യൂനപക്ഷങ്ങൾ പോലും പലയിടത്തും മനുഷ്യനായിട്ട് പരിഗണിക്കപ്പെടുന്നില്ല. ഇന്നത്തെ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 79 വർഷം കഴിഞ്ഞിട്ട് ഇന്നിപ്പോ 18 ദിവസം കഴിഞ്ഞ് നിരാഹാരം കിടന്നിട്ടുള്ള സോഗൻ വാങ്ചുക്കിനെ ഇന്നാണ് ഡൽഹി ഹൈക്കോടതിയുടെ വിധിപ്രകാരം പോലീസ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. 18 ദിവസം ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല. നിങ്ങളും ഞാനും. സൈനുദ്ദീൻ മഖ്ദൂം പിറന്ന നാട്ടിൽ എവിടെ പോയി പ്രതികരണം? പ്രതികരണം ഉണ്ടാവുക ചിന്തയിലൂടെയാണ്, വിജ്ഞാനത്തിലൂടെയാണ്, അപരസ്നേഹത്തിലൂടെയാണ്, ലക്ഷ്യബോധത്തിലൂടെയാണ്. ഇവിടെ സൂചിപ്പിച്ചല്ലോ വിശദമായിട്ട്. പറങ്കിപ്പടക്കെതിരായി, പോർച്ചുഗീസ് അധിനിവേശത്തിനെതിരായി, ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായി എന്തിനാ ഇവരൊക്കെ പോരാടിയത്? ഇവിടെ വലിയ ജുമാഅത്ത് പള്ളി സ്ഥാപിച്ചുകൊണ്ട് സാമൂതിരിയുടെ ഏറ്റവും ചിരകാല സുഹൃത്തായി എല്ലാവിധ സുഖ സൗകര്യങ്ങളിലും ആമക്തനായിരുന്നു കൊണ്ട് തന്റെ ജീവിതം ഏറ്റവും വലിയ സുഖലോലുപതിയിൽ അങ്ങ് കഴിഞ്ഞാൽ മതിയായിരുന്നില്ലേ സൈനുദ്ദീൻ മഖ്ദൂമിന്? പക്ഷെ അദ്ദേഹം അതല്ല ചെയ്തത്. ഇവിടെ ഒരു പാത കാണിച്ചു കൊടുത്തു, ഒരു വെളിച്ചം കാണിച്ചു കൊടുത്തു, ഇരുട്ടിനെ വേദിക്കാനുള്ള വെളിച്ചം. പൊന്നാനി വൈജ്ഞാനികമായിട്ടുള്ള ഗഹനതയുടെ ഏറ്റവും വലിയ മുഖമുദ്രയായിട്ട് അന്ന് മുതൽക്കാണ് ആരംഭം കുറിക്കുന്നത്. ഭാരതപ്പുഴ ഏറ്റവും സ്വച്ഛന്തമായി എല്ലാവിധത്തിലുള്ള ശീതളമായ മന്ദമാരുതനേറ്റുകൊണ്ട് അന്ന് സ്വച്ഛന്തമായിട്ട് ഒഴുകുന്നത് പോലെ പർവ്വത ശിഖരങ്ങൾ ഏറ്റവും വലിയ ഉഗ്രപ്രതാപിയായ കൊടുമുടികളെ ഉയർത്തി നിൽക്കുന്നത് പോലെ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ വിജ്ഞാനം ആകാശം മുട്ടെ വളർന്നു വന്നു. ഈജിപ്തിലെ പഠനം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് പൊന്നാനിയിലേക്ക് വരുന്നു. തന്റെ നാടായിട്ടുള്ള ഈ പ്രദേശത്ത് തന്നെ തന്റെ വിജ്ഞാനത്തിന്റെ ഏറ്റവും വലിയ ഗഹനതകളെ മുഴുവൻ നാടിൽ മുഴുവൻ വ്യാപരിപ്പിക്കണം. ഓരോ മനുഷ്യനെയും വിജ്ഞാനത്തിന്റെ പ്രതീകങ്ങളാക്കണം. ഇന്ന് മഹാത്മാഗാന്ധിജിയുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ വായിച്ചിട്ടുള്ള എത്ര ഇന്ത്യക്കാരനുണ്ടെന്ന് ഇന്ത്യയിൽ? 80% ഇന്ത്യക്കാരും അത് വായിച്ചിട്ടില്ല. പണ്ഡിറ്റ് ജവഹർലാലിന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ വായിച്ചവരും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയുള്ള ഒരു ഭരണകൂടം ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ഇപ്പോഴത്തെ ഭരണകൂടം മാതിരി. വായന എവിടെയുണ്ടോ അവിടെ ജനാധിപത്യമുണ്ട്. വായന എവിടെ ഇല്ലായ്മ ചെയ്യപ്പെടുന്നുവോ അവിടെ ഫാസിസമേ വളരുകയുള്ളൂ. സൈനുദ്ദീൻ മഖ്ദൂം ഫാസിസത്തിനെതിരായിരുന്നു. സൈനുദ്ദീൻ മഖ്ദൂം രാജാവിന് വഴികാട്ടിയായിരുന്നു സാമൂതിരിക്ക്. സാമൂതിരിയുടെ പടനായകൻ കുഞ്ഞാലി മരിക്കാർ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പ്രഭാഷണങ്ങളിൽ ആകർഷ്ടനായി കോഴിക്കോട് നിന്ന് മാറ്റി പൊന്നാനിയിലേക്ക് താമസം. അദ്ദേഹം വിവിധ മഹലുകൾ സന്ദർശിച്ച് പ്രഭാഷണം നടത്തുമ്പോൾ ആ പ്രഭാഷണത്തിന്റെ ആത്മീയ സന്ദേശത്തിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ പ്രദേശത്തിലെ ജനവിഭാഗങ്ങൾ മുഴുവൻ രോമാഞ്ചകഞ്ചുകമണിയുമ്പോൾ ഓരോരുത്തരും അന്വേഷിച്ചു ആത്മാവിനെ കുറിച്ചുള്ള അന്വേഷണം, ആത്മാന്വേഷണം. വ്രതശുദ്ധിയോടെ ജീവിതത്തിന്റെ നിർമ്മലതയും ജീവിതത്തിന്റെ ഏറ്റവും വലിയ പരിശുദ്ധിയും കാത്തു സൂക്ഷിക്കൊണ്ട് ഓരോ സമയത്തിനെയും ഓരോ മിനിറ്റിനെയും ക്രമാനുഗതമായി ചിട്ടപ്പെടുത്തിക്കൊണ്ട് ജീവിച്ചിട്ടുള്ള മഹാമനീഷിയാണ് സൈനുദ്ദീൻ മഖ്ദൂം. ഇന്ന് മനുഷ്യൻ ഏറ്റവും അധികം ദുരുപയോഗപ്പെടുത്തുന്നത് സമയത്തിനെയാണ്. ലോകത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള സാധനമാണ് ഈ സമയം. അതിനേക്കാൾ വിലപിടിപ്പുള്ളതൊന്നും ലോകത്തിലില്ല. പക്ഷെ ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ദുർവ്യയം ചെയ്യുന്നത് ഈ സമയത്തിനെയാണ്.
എന്തിനാണ് ഈ സമയം എന്ന് പോലും അറിയാത്ത ഒരാൾക്കൂട്ടമായിട്ട് നമ്മൾ പരിണമിച്ചു കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെ സമയത്തിനെ കൈകാര്യം ചെയ്യണമെന്ന് ഇദ്ദേഹത്തെ പോലെയുള്ള മഹാപ്രതിഭകളിൽ നിന്ന് നമ്മൾ കണ്ടറിയണം. അദ്ദേഹത്തിൽ നിന്ന് പ്രശോഭിച്ചിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള അറിവിൻ്റെതായിട്ടുള്ള ഒഴുക്ക് പൊന്നാനിയിൽ മാത്രമല്ല, ഈ ലോകത്തിലെ തന്നെ പല രാജ്യങ്ങളെയും സ്പർശിച്ചു. ശ്രീലങ്ക, മലേഷ്യ, ഇന്തോനേഷ്യ, സ്പെയിൻ, പോർച്ചുഗീസ്, അറബ് രാജ്യങ്ങൾ തുടങ്ങിയ മേഖലകളിൽ നിന്ന് വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് പഠിച്ചു. വിജ്ഞാനത്തിനെ സ്വായത്തമാക്കി. അന്ന് കാണിച്ചു കൊടുത്ത പാതയായിരുന്നു വിജ്ഞാനം കൊണ്ട് മനുഷ്യനുണ്ടാകുന്ന ഏറ്റവും വലിയ വളർച്ച എന്താണെന്ന്. ഒരു മനുഷ്യന്റെ വളർച്ച ഏറ്റവും വലിയ വിജ്ഞാനത്തിനെ സ്വായത്തമാക്കുമ്പോൾ. ഞാൻ മറ്റുള്ള ചരിത്രങ്ങളിലേക്ക് കടക്കുന്നില്ല, ഇവിടെ സവിസ്തരം സൂചിപ്പിച്ചതുകൊണ്ട്. ഈ വിജ്ഞാനത്തിനെ എന്തുകൊണ്ട്, ചിന്തയെ എന്തുകൊണ്ട് അദ്ദേഹം പരിപോഷിപ്പിച്ചു? ചിന്തയാണ് മനുഷ്യ ജീവിതത്തിന്റെ അടിത്തറ. ചിന്തയില്ലെങ്കിൽ ഒന്നുമില്ല. ബുദ്ധ ഭഗവാൻ പ്രയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, വാചകമും എപ്പോഴും, മാൻ ഈസ് വാട്ട് ഈസ് തോട്ട് ഈസ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവന്റെ ചിന്തയാണ്. ചിന്തയില്ലാതെ BMW കാർ ഓടിച്ചിട്ടോ മെഴ്സിഡീസിന്റെ ഉടമസ്ഥനായിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഇന്നേക്ക് ബഹുഭൂരിഭാഗം ആൾക്കാരും ശ്രമിക്കുന്നത് ഭൗതിക സമ്പത്തിന്റെ ഉടമകളാകാനാണ്, ഉള്ളിലൊന്നുമില്ലതാണ്. ആത്മീയതയുടെ പരിവേഷണത്തിലൂടെ നടക്കുമ്പോഴാണ് മഹാത്മാഗാന്ധിക്ക് ആത്മീയാന്വേഷണത്തിന്റെ പാതയിലൂടെയാണ് രാഷ്ട്രീയത്തിന് അദ്ദേഹം കൂട്ടുപിടിച്ചത്. ഇന്നത്തെ ഇന്ത്യയിലോ മതം രാഷ്ട്രീയമാകുന്നു, രാഷ്ട്രീയം മതവുമാകുന്നു. സൈനുദ്ദീൻ മഖ്ദൂം സാമ്രാജ്യത്വത്തിനെതിരായി പോരാടുമ്പോൾ തന്റെ കൃതിയിലായ തഹരീറിലൂടെ, രണ്ടാമൻ സൈനുദ്ദീൻ മഖ്ദൂം എഴുതിയ പുസ്തകങ്ങളിലൂടെയൊക്കെ രണ്ട് മഖ്ദൂമാരും സാമ്രാജ്യത്വ വിരുദ്ധ ആശയങ്ങളെ പ്രചരിപ്പിച്ച് നാടു നീളെ നടന്ന് പ്രസംഗിച്ച് എഴുതിക്കൊണ്ട് അന്ന് അക്ബർ ചക്രവർത്തിയുമായും ബിജാപ്പൂർ സുൽത്താനുമായിട്ടും ടർക്കി സുൽത്താനുമായിട്ടും ഒക്കെ ആശയവിനിമയം നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അധിനിവേശ ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ നാടിനെ മുഴുവൻ സമരഭേരിയിൽ അണിനിരത്താൻ. അതാണ് രാജ്യസ്നേഹം. അങ്ങനെ ഒരു രാജ്യസ്നേഹം ഇന്ന് ഇന്ത്യയിലുണ്ട്. മഹാമനീഷികളിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കുന്നത്? രാഷ്ട്രപിതാവിൽ നിന്നടക്കം ഒന്നും പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ത്യ ഇങ്ങനെയാകുന്നത്, ഇങ്ങനെ ആകുന്നതല്ല, ആയിക്കഴിഞ്ഞത്. മതസ്പർദ്ധയുടെയും അസഹിഷ്ണുതയുടെയും സാഹോദര്യമില്ലായ്മയുടെയും കേളീരംഗമായി മാറി ഇന്ത്യ. ഈ മഹാപ്രതിഭകൾ ജനിച്ചിട്ടുള്ള നാട്ടിൽ ആ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ വിജ്ഞാനത്തിന്റെ ഭണ്ഡാകാരം തുറന്നു വിട്ടതിന്റെ ഫലമായിട്ട് ഇവിടെ കുഞ്ഞാലി മരക്കാരുടെ ഏറ്റവും വലിയ പോരാട്ടം നടന്നു. സാമൂതിരിക്കറിയാമായിരുന്നു ഒരു കാര്യം, പ്രസ്താവ്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ആത്മീയ ശിഷ്യനായി മാറിയ കുഞ്ഞാലി മരക്കാർ ഒരിക്കലും മതസാഹോദര്യത്തിനെതിരായി പെരുമാറില്ല. സാമൂതിരി കുഞ്ഞാലി മരക്കാരെ വിശ്വസിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഈ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഉച്ച അനുയായിയായിരുന്ന മരക്കാർ കുടുംബം എന്നുള്ളതുകൊണ്ട്. നേരെ മറിച്ച് മഖ്ദൂമിനും അറിയാമായിരുന്നു സാമൂതിരിയൊക്കെ വലിയൊരു രാജാവിനെ കിട്ടാനുമില്ല എന്ന്. ഇന്ത്യയിൽ മറ്റെല്ലായിടത്തും വിഭിന്നമായി പൊന്നാനിയിലും പൊന്നാനിയിൽ നിന്ന് പ്രസിദ്ധിച്ച മലബാറിലും ഹിന്ദു മുസ്ലിം മൈത്രി 1400കളുടെ അവസാനം മുതൽ ഈ തിളങ്ങി നിൽക്കാൻ തുടങ്ങിയത് ഈ മഹാമനീഷികളുടെ കാലം മുതൽക്കാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിന് തിരിച്ചു കൊണ്ടുവരാതെ നേരത്തെ പറഞ്ഞില്ലേ, അതാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ചുമതല. എവിടെ നോക്കിയാലും സങ്കുചിതത്വം, എവിടെ നോക്കിയാലും ഇടുങ്ങിയ മനസ്ഥിതി, എവിടെ നോക്കിയാലും സ്പർദ്ധ, എവിടെ നോക്കിയാലും അധികാരത്തിന്റെ പുറകെ പോകാനുള്ള നെട്ടോട്ടം. സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടങ്ങളിൽ നിന്ന് വിഭിന്നമായി സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 79 വർഷം പിന്നിട്ടിട്ടുള്ള ഈ അവസരങ്ങളിൽ പോലും മനുഷ്യൻ സ്വാർത്ഥതയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും അധികാരപ്രമത്തതയുടെയും പ്രതിരൂപങ്ങളായിട്ട് മാറുമ്പോൾ എവിടെയാണ് നമുക്ക് പിഴച്ചത്? എവിടെയാണ് പിഴച്ചത് എന്ന് ആത്മപരിശോധന നടത്തണം. സെൽഫ് ഇൻട്രോസ്പെക്ഷൻ. നമ്മൾ നമ്മളെ പരിശോധിക്കണം. അതാണ് സൈനുദ്ദീൻ മഖ്ദൂം പറയുന്നത്. അദ്ദേഹത്തിന്റെ സൂഫി സന്യാസി വര്യനായിരുന്നു അദ്ദേഹം. ഒരു വിധത്തിൽ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ കർമാനുഷ്ഠങ്ങളെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ആത്മീയ പ്രഭാഷണങ്ങളിലൊക്കെ നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം, ആ മനസ്സിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് മനസ്സിനെ സംശുദ്ധീകരിക്കുക. ഒരു മനുഷ്യന്റെ മനസ്സ് സംശുദ്ധിയതയുടെ പ്രതീകമാകുമ്പോൾ, തിളങ്ങി നിൽക്കുമ്പോൾ, അത് ചൈതന്യവത്താകുമ്പോൾ ആ മനുഷ്യന് ലോകത്തെ മുഴുവൻ ആകർഷിക്കാൻ സാധിക്കും. അത് ലോകം ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നതാണ്.